ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിയുന്നതിന് തൊട്ട് മുമ്പായി 1 മിനിറ്റ് മുമ്പ് ഞാൻ എന്റെ തമ്പനയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ഷാനവാസിനെ പറ്റിയായിരുന്നു. ഷാനവാസ് ആണ് ആ വീട്ടിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറും ഷാനവാസിനാണ് ആ വീട്ടിലെ എല്ലാ ആൾക്കാരെയും പറ്റി കൃത്യമായി ഒബ്സർവേഷൻ ഉള്ള ആളെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു തമ്പനയിലായിരുന്നു ഏകദേശം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അതിനു മുമ്പ് അവസാനം 1 മിനിറ്റിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് 1 മിനിറ്റില് നമ്മുടെ ജിസയിലും ഷാനവാസും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അതിനകത്ത് ജിസയിലിനോട് ഷാനവാസ് ഒരു ഡയലോഗ് പറഞ്ഞു. ജിസയിലിനോട് ഷാനവാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ അക്ബറില്ലേ, ഇനിഷ്യൽ സ്റ്റേജില് അക്ബർ നമ്മുടെ ജിസയിലിനെ നോക്കിയത് വളരെ മോശമായിട്ടുള്ള കണ്ണുകളോടുകൂടി, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജിസയിലിനെ അക്ബർ നോക്കിയതെന്നാ. അത് ഷാനവാസ് നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ട സമയത്ത് അക്ബർ ഉടനെ ഒരു ചിരി ചിരിച്ചു എന്നും പറഞ്ഞു. അതുപോലെ അല്ല ഷാനവാസ് ജിസയിലിനെ കാണുന്നതെന്നാണ് ഷാനവാസ് ജിസയിലിനോട് പറയാൻ സ്ഥാപിച്ചത്. അപ്പൊ ജിസയിൽ പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ സ്വന്തം അനിയത്തി പോലെ കാണുന്നത് അക്ബർ എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി തിരുത്തുന്നുണ്ട്, ഇനിഷ്യൽ സ്റ്റേജിലുള്ള ആദ്യത്തെ സമയത്തുള്ള ഇനിഷ്യൽ സ്റ്റേജിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ നിങ്ങളെ അങ്ങനെയല്ല കാണുന്നത്. ഇതാണ് അവസാനത്തെ 1 മിനിറ്റിൽ നടന്ന സംഭവം. ഇതിലെന്താ പ്രശ്നം എന്നറിയാവോ? നമ്മുടെ ഷാനവാസ് ബ്രില്യൻ പ്ലെയർ ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ല. ബട്ട് ദ പ്രോബ്ലം ഈസ്, പുള്ളിക്കാരൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില്, ഏഷ്യനെറ്റ് പോലെ വലിയൊരു ചാനലില്, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമില്, അഥവാ ഇനിയിപ്പോ അക്ബർ അങ്ങനെ നോക്കിയെങ്കിൽ തന്നെ അതൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. ഇത് ബാലിഷ്യമാണ്. അണ്ടർസ്റ്റാൻഡ്? ഇത് വളരെ മ്ലേച്ഛമായ ബാലിഷ്യമായ രീതിയിലുള്ള ഒരു ഡയലോഗാണ്. കൂടാതെ അതൊരു വലിയൊരു അലിഗേഷനാണ്. ചെറിയ അലിഗേഷൻ അല്ല, വലിയൊരു അലിഗേഷൻ ആണ്. അതും ഇത്ര ആൾക്കാർ കാണുന്നത്. അത് ഏത് രീതിയിൽ അക്ബർ ഈവൻ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് രീതിയിലായിരിക്കും അക്ബറിനെ അത് നെഗറ്റീവായിട്ട് പുറത്ത് ബാധിക്കാൻ പോകുന്നത്. സോ ഷാനവാസ് വളരെ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ആള് ഷാനവാസാണ്. ആ ഷാനവാസിൽ നിന്ന് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അത് ഇങ്ങനെ നടന്നതാണ്. ഷാനവാസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഷാനവാസിനെ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. അതിനു മുമ്പ് നമ്മുടെ ഷാനവാസും അപ്പാണി ശരത്തും, ഈ ഷാനവാസ് കറക്റ്റ് ആയിട്ട് ആൾക്കാരെല്ലാം ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്ബർ എന്താണ് ചെയ്യുന്നത്, ശരത്ത് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ശരത്തിന്റെ പുറകെ വാലും പിടിച്ചാണ് അക്ബർ നടക്കുന്നതെന്നും ഇവരുടെ പുറകെ പിടിച്ചിട്ടാണ് ബാക്കി എൻറ്റയർ ഒരു മെജോറിറ്റി ഓഫ് ഹൗസ് മേറ്റ്സ് മൊത്തം നടക്കുന്നെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഷാനവാസ് ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷാനവാസ് പറഞ്ഞു, ഞാനും ഇവിടെ ഗെയിം കളിക്കാൻ തന്നെ വന്നതാണ്, ഞാൻ നിങ്ങൾക്കെതിരെയും നല്ല പോലെ ഗെയിം കളിക്കുമെന്ന് പറഞ്ഞ് ശരത്തിനെ നല്ല രീതിയിൽ ത്രട്ടൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ശരത്ത് പുറകെ ശരത്ത് നല്ല രീതിയിൽ ഒന്നും പേടിച്ചു കേട്ടോ. കാരണം ഷാനവാസിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷയില്ല പുള്ളിക്കാരൻ. എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് നല്ല സ്ട്രൈറ്റ് നിന്നിട്ടുണ്ടല്ലോ, ഒരു വിരട്ടൽ എന്നുള്ളത് പറയത്തില്ലേ, ആ രീതിയിലായിരുന്നു ഷാനവാസ്. നല്ല കറേജ്, നല്ല പവർ, വേർഡ്സിനൊക്കെ എന്താ ഒരു പവർ, ആ രീതിയിലായിരുന്നു ഷാനവാസ്. അത് കണ്ടിട്ടുണ്ടല്ലോ എനിക്കൊന്ന് കുളിര് പോയി. സത്യമായിട്ടും എനിക്കാണെങ്കിൽ ശരത്തിനോട് അത്ര താല്പര്യമില്ല. കാരണം പുള്ളിക്കാരൻ അവിടെ എല്ലാവരും ഇങ്ങനെ പിടിച്ചിരുത്തിട്ട് ഓരോ ചരടി വലിക്കുന്ന കണക്കാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പുള്ളി ഒട്ടും ഇഷ്ടമല്ല. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആര് നല്ലതുപോലെ നമ്മൾ കളിക്കുമോ അവരെ നല്ലതെന്ന് പറയും, ആര് കളിക്കത്തില്ല അവരെ കളിക്കത്തില്ല എന്ന് പറയും, ആര് കുഴപ്പം കാണിക്കുന്നു അവരെല്ലാം തുറന്നു കാണിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് ശരത്തിനോട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇതൊക്കെ നമ്മൾ വെളിയിരിക്കുന്നവരെ നമ്മൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഷാനവാസ് ഇതിൽ മനസ്സിലാക്കിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അവസാനത്തെ ആ 1 മിനിറ്റിൽ ആ ഡയലോഗ് ഒഴിവാക്കണമായിരുന്നു. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട്, കാരണം ഷാനവാസിന് ഓൾറെഡി ഫസ്റ്റ് വീക്കിൽ ജിസൈലിന്റെ ഡ്രസ്സിങ് എല്ലാം പറഞ്ഞതിന് തന്നെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ജെൻസിയെ പറ്റി, നമ്മുടെ റെനാ ഫാത്തിമ ഇപ്പോഴേ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കുശുമ്പ് മുന്നായ്മ പറയുന്ന രീതിയിൽ ഷാനവാസ് പറഞ്ഞതായിട്ട് കണ്ടു. അതും വളരെ മോശമായിരുന്നു. അതൊക്കെ ഒന്ന് മാറി ഈ ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോൾ അടിപൊളിയായിട്ട് കയറി വന്നതാണ്. ഈ ആഴ്ച വന്നപ്പോൾ ഇനി ഞെരുവിരി ഉള്ളൂ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇന്ന് അതിന്റെ ഒരു സൂചനയായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞത് ഭയങ്കര നെഗറ്റീവായി പോയി. ഇത് ആദ്യത്തെ സംഭവം. ഇനി നമ്മുടെ രണ്ടാമത്തെ സംഭവം അപ്പാനി ശരത്തും നമ്മുടെ അനുവും തമ്മിലുണ്ടായ സംഭവമാണ്. അതായത് കിച്ചണില് ജിസയിലും നമ്മുടെ നെവിനും നിന്ന് ജിസയിലിന് വേണ്ടിയിട്ട് എന്തോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിലവിലത്തെ ക്യാപ്റ്റൻ, കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശരത്താണ്. ശരത്തിന്റെ ടീമിലാണ് അനു വരുന്നത്. അപ്പൊ അനുവും ശരത്തൊക്കെയാണ് അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സംഭവം നിങ്ങൾക്ക് അറിയാലോ, ശരത്തും ജിസയിലൊക്കെ ഒരു ടീമാണ്. സോ ഇപ്പം അതിനു മുമ്പ് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ കിച്ചൺ ടീമിൽ എങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഫോർമാറ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചൺ ടീമിൽ ഉണ്ടാക്കുന്നത് കിച്ചൺ ടീമാണ്. അവരുണ്ടാക്കുന്നത് എന്താണോ അതാണ് ബാക്കിയുള്ളവർ കഴിക്കേണ്ടത്. അതല്ലാതെ അതിന്റെ ഇടയിൽ വന്ന് വേറൊരാൾക്ക് കുക്ക് ചെയ്യണം, ഇതൊന്നും പഴയ സീസണിൽ
സീസണുകളിലോ അല്ലെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലോ നടക്കുന്ന പരിപാടിയിലോ അത് അവർ സമ്മതിക്കത്തുമില്ല. മനസ്സിലായില്ലേ? കാരണം ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചായിട്ടുള്ള രീതിയിലുള്ള റാഷൻ മാത്രമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ടുപോകുക എന്ന് പറയുന്നത് കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടിയാണ്. ഇതിനിടയിൽ ബാക്കിയുള്ളവർ കയറി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ തകിടം മറിയും, ചിലപ്പോൾ ഫുഡ് തികയാണ്ട് വരും. മനസ്സിലായോ? അപ്പം ഇത് അനുവദിക്കുന്ന പരിപാടിയല്ല. സംഭവം ശരത്തിന് സ്വാഭാവികമായിട്ടും ജിസൈലിനോടൊക്കെ ഒരു നല്ല രീതിയിലുള്ള ബോണ്ടിങ് ഉണ്ട്. ഇവരെല്ലാവരും ഒരു കമ്മിറ്റിയുടെ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ് ഇവരെല്ലാവരും. ഓക്കെ, അപ്പോഴത്തേക്ക് ജിസൈൽ ഓൾറെഡി വന്ന് ചോദിക്കുന്നു എനിക്കെന്തോ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ജിസൈലും നെവിനും നിന്ന് തമ്മിൽ കുക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിനിടയിൽ അനുവിനറിയാലോ ജിസൈലിനെ കണ്ടെടുത്താ കണ്ടുകൂടാന്നുള്ളത്. അവര് കോൾഡ് വാർ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്. അനു ഇന്ന് മുതലാണെങ്കിൽ നല്ല ഫുൾ ഫോമിൽ രാവിലെ മുതൽ നല്ല ഫുൾ ഫോമിൽ നിൽക്കി കരച്ചിൽ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അനു അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കരച്ചിൽ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, അല്ലാതെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ കിച്ചണൊക്കെ അടിപൊളി ബ്രില്യൻ്റ് ആയിട്ട് അതായത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയത്തില്ലേ, എല്ലാവരും മലത്തി അടിക്കണം, എല്ലാവരോടും കട പിടിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആക്ച്വലി അനു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് വൈകിട്ട് വരെ, ഈ ഇൻസിഡന്റ് നടക്കുന്നത് വരെ. അങ്ങനെ അനു വന്ന് ഇവരോട് ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ കുക്ക് ചെയ്യുന്നത്, ഇത് ഞങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യേണ്ടേ. സംഭവം ഓൾറെഡി ശരത്ത് പെർമിഷൻ കൊടുത്തതാണ്. അപ്പൊ അനുവല്ലോ കിച്ചൺ ക്യാപ്റ്റൻ, അനുവിന് ചോദിക്കാനുള്ള റൈറ്റും ഇല്ല. സംഭവം ശരത്ത് കയറി ഇടവരുന്നു. അപ്പോഴത്തേക്ക് ഉടനെ അനു പറയുന്നത് നിങ്ങൾ എവിടുത്തെ ക്യാപ്റ്റൻ ആണെന്ന് കണ്ട്, മണ്ട ക്യാപ്റ്റൻ ആണെന്ന് കണ്ട് ചോദിക്കുന്നു. ശരത്ത് ഉടനെ ചാടി ഇറങ്ങുന്നു. ചാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ട് അനുവിന്റെ നേരെ ഇടുന്നു. എല്ലാവരും കൂടെ വന്ന് പിടിച്ചു മാറ്റുന്നു. ഭയങ്കര അഗ്രസീവ്നെസ് ആണ്. അത് ചുമ്മാ ഷോ ആണ്, അത് വിട്ടേക്ക്. അഗ്രസീവ്നെസ് കാണിക്കുന്നു. പക്ഷെ അനു ആ സമയത്തൊന്നും പേടിച്ചൊന്നുമില്ല കേട്ടോ. അനു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അനു അതിന്റെ ഇടയിൽ കയറി നമ്മുടെ ആർജി ബിൻസിയുടെ കാര്യം എടുത്തിട്ടോ. ബിൻസിയുടെ കാര്യം എടുത്തിട്ട് അതായത് നിങ്ങളെ കാരണമാണ് പുറത്തായെന്നുള്ളത് പറഞ്ഞു. ഇത് ഉടനെ അക്ബർ അറിയാലോ, ശരത്ത് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അക്ബർ വീണ്ടും പാലാട്ടി പുറകെ ചെന്നിട്ട് അപ്പൊ ശരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്ബറിന്റെ അവിടുത്തെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഇപ്പം അക്ബർ ഭയങ്കരമായിട്ട് ബാഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ അക്ബർ നീ ആരടി അപ്പൊ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാന്നൊക്കെ പറഞ്ഞ് അനു തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ അനു ഉണ്ടല്ലോ ഫയറായിട്ട് കത്തി ജലിച്ചു നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരെയും വന്ന് കൺവിൻസ് ചെയ്ത് ഇത് അനുവിന്റെ മിസ്റ്റേക്ക് ആണ്, അനുവിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോഴത്തേക്ക് ഉടനെ പോയി ശരത്തിന്റെ പുറകെ നിന്നിട്ട് പോയി കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ജിസൈലിന് ഒരു കാരണവശാലും അല്ലെങ്കിൽ നിവിന് ഒരു കാരണവശാലും അവിടെ കുക്ക് ചെയ്യാനോ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അത് മിസ്റ്റേക്ക് ശരത്തിന്റെയാണ്. അണ്ടർസ്റ്റാൻഡ്? ശരത്തിന്റെ മിസ്റ്റേക്ക് മാത്രമാണ്. പക്ഷെ ഇത് അനുവദിച്ചു. അവസാനം അനു റൈസ് ചെയ്ത ക്വസ്റ്റനിൽ അവസാനം അനു എന്നെ മാപ്പ് പറഞ്ഞ് അനു എന്നെ കരഞ്ഞ് അവസാനം ശരത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അവൻ ശരത്ത് എന്തോ വലിയ പുണ്യാളനുമായി അനു തെറ്റുകാരിയായിട്ട് മാറി. സംഭവം എന്താ സത്യത്തിൽ അവിടെ ഉള്ളവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ, അനുവിന് ഭയങ്കര വെളിയിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അനു ഭയങ്കരമായിട്ട് കളിക്കുന്നില്ല, അനുവിന് ഫുൾ നെഗറ്റീവ് ആണ്. സോ അനുവിനെതിരെ ആര് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കയറി വരാനുള്ള ഒരു അവസരമാണ്. അതാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള റെന ഫാത്തിമയിലൂടെ നമ്മൾ കണ്ടത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ആയിട്ട് സംഭവങ്ങളായിട്ട് നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നല്ല കിടിലുമായിട്ട് പോകുന്നുള്ളത് ഉറപ്പാണ്. സോ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ പറയുന്നു, BBO ടോക്ക് വിത്ത് പ്രഷർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കമന്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വൈകിട്ട് കാണാം. അപ്പൊ ടിൽ ദെൻ ബൈ.